ദമാമിൽ നീന്തൽക്കുളത്തിൽ വീണ് 3 കുട്ടികൾ മരിച്ചു. ഇവരിൽ 2 പേർ കരുനാഗപ്പള്ളി സ്വദേശികളാണ്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി നവാസിന്റെ മക്കളായ ഷമാസ്, ഷൗഫാൻ, ഗുജറാത്ത് സ്വദേശിയുടെ മകൻ ഹാർട്ട് എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ദമാം അൽമന ഹോസ്പിറ്റലിലാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഗൾഫിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജമാലുദ്ദീൻ ചേരുന്നു. ജമാൽ, എങ്ങനെയായിരുന്നു സംഭവം? അജംഷാദ്, ദമാം ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലാണ് 2 മലയാളികൾ ഉൾപ്പെടെ 3 കുട്ടികൾ മുങ്ങി മരിച്ചത്. കരുനാഗപ്പള്ളി പടനായർ കുളങ്ങര നായിക്കാന്റയത്ത് നവാസ് ബഷീറിന്റെയും സൗമ്യയുടെയും മക്കളായ 6 വയസ്സുകാരൻ സൗഫാനും 4 വയസ്സുകാരൻ സൗഫാനുമാണ് മുങ്ങി മരിച്ചത്. ഇവർ താമസിച്ചിരുന്ന കോമ്പൗണ്ടിലെ സ്വിമ്മിംഗ് പൂളിലാണ് മുങ്ങി മരിച്ചത്. 6 വയസ്സുകാരൻ ഗുജറാത്ത് സ്വദേശിയായ ഹർദും ഇവിടെ മുങ്ങി മരിക്കുകയുണ്ടായി. ഏറെക്കാലമായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന സ്വിമ്മിംഗ് പൂളിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കനത്ത മഴയിൽ വെള്ളം കെട്ടിക്കിടന്നിരുന്നു. കുട്ടികൾ സ്വിമ്മിംഗ് പൂളിലേക്ക് കുളിക്കാനിറങ്ങിയതാണോ അതോ അബദ്ധത്തിൽ വീണതാണോ എന്ന് വ്യക്തമായിട്ടില്ല. ദമാം ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു മരിച്ച സൗഹാനും. കുട്ടികളുടെ മൃതദേഹങ്ങൾ ദമാം മെഡിക്കൽ ആശുപത്രി സെന്ററിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകും. എപ്പോഴേക്കായിരിക്കും കുഞ്ഞുങ്ങളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക ജമാൽ?